5 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ATMിൽ നിന്നും നഷ്ടമായ പണം വീണ്ടെടുത്ത് കൊല്ലം വനിതാ സെല്ലിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സുപ്രഭ നഷ്ടപരിഹാരം ഉൾപ്പെടെ 40,000 രൂപ നൽകാൻ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ ഉത്തരവിടുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ട പൈസ അത് 5,000 രൂപയായാലും 10,000 രൂപയായാലും അതിൽ താഴെയായാലും നഷ്ടപ്പെട്ടത് തന്നെയാണ്. പക്ഷേ നമുക്ക് നഷ്ടം നമ്മുടെ നഷ്ടമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഈ വഴിയെ തുടരുക എന്നുള്ളതേ ഞാൻ ആരോടും പറയത്തുള്ളൂ. കാനറ ബാങ്കിന്റെ ഇരവിപുരത്തെ ATMിൽ നിന്ന് 2019 ഏപ്രിൽ 12-നാണ് സുപ്രഭ പണം പിൻവലിക്കാൻ ശ്രമിച്ചത്. 20,000 രൂപ എടുക്കാൻ ശ്രമിച്ചെങ്കിലും 10,000 രൂപ മാത്രമേ കിട്ടിയുള്ളൂ. പക്ഷേ സുപ്രഭയുടെ SBI അക്കൗണ്ടിൽ നിന്നും 20,000 രൂപ പിൻവലിച്ചതായി മെസ്സേജ് വന്നു. തൊട്ടടുത്ത ദിവസം തന്നെ ബാങ്കിൽ പരാതി നൽകിയെങ്കിലും അനുകൂലമായ നടപടിയുണ്ടായില്ല. പിന്നാലെ സുപ്രഭ ബാങ്കിംഗ് ഓംബുഡ്സ്മാന് നൽകിയ പരാതിയും തള്ളി. CDRCയെ സമീപിച്ചതിന് 5 വർഷം ഞാൻ അതിൻ്റെ പിറകെ നടന്നു. അപ്പോൾ കഴിഞ്ഞ 2024 മെയ് 8-ാം തീയതി ഓർഡർ വന്നു. എൻ്റെ നഷ്ടപ്പെട്ട 10,000 രൂപയും എനിക്ക് ചിലവായ 5,000 രൂപയും പിന്നെ മാനനഷ്ടമായിട്ട് 25,000 രൂപയും അങ്ങനെ 40,000 രൂപ കഴിഞ്ഞ ദിവസം എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. പക്ഷെ തന്റെ പോരാട്ടം അവസാനിപ്പിക്കാൻ സുപ്രഭ തയ്യാറായില്ല. ഒടുവിൽ കൊല്ലം ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷന് പരാതി നൽകി. നീണ്ട 5 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ കാനറ ബാങ്ക് സുപ്രഭയ്ക്ക് പണം തിരികെ നൽകി. 10,000 രൂപയാണ് നഷ്ടമായതെങ്കിലും ഉത്തരവ് പ്രകാരം നഷ്ടപരിഹാരം സഹിതം 40,000 രൂപയാണ് ബാങ്ക് കൈമാറിയത്. പോരാട്ടം വിജയിച്ചതിന്റെ സന്തോഷമാണ് സുപ്രഭയ്ക്ക്. 24 കൊല്ലം.